ആ അമ്മായിയച്ഛൻ ഇന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെ പിടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരങ്ങൾ കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, ജിസ്മോൾ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു. അവരുടെ മരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മരണം നടന്നിട്ടിപ്പോൾ കുറേ നാളായി. കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ അച്ഛനെയും, അതായത് അമ്മായിയപ്പനെയും, പിന്നെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അയാളുടെ മകൾക്കയച്ച ഒരു വോയിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കൂട്ടമരണം നടക്കാനുള്ള ചാൻസ് ഉണ്ട്, നീയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയായി നിന്നോ, ചിലപ്പോഴിങ്ങോട്ട് വരേണ്ടി വരും എന്നുള്ള തരത്തിൽ മകൾക്ക്, അതായത് ഇതുപോലെയല്ല എന്നുള്ള തരത്തിൽ മകൾക്കൊരു മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ അന്ന് പറയുന്നത് പോലെ തന്നെ ജിസ്മോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിച്ചതല്ല, അതായത് സ്വയം മരിച്ചതല്ല, അവരെ ആരോ കൊലപ്പെടുത്തിയത് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ കേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഈ സ്ത്രീക്ക് ശരിക്കും സൗന്ദര്യമില്ല, അതുപോലെ കളറില്ല, പിന്നെ പണമില്ല എന്നുള്ള ഇതിലെന്ന് പറഞ്ഞാൽ ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ അമ്മായിയമ്മ തന്നെയാണ്. അമ്മായിയമ്മയാണ് പറയുന്നത് കളറില്ല, ഇതില്ല എന്നൊക്കെ. അതുമാത്രവുമല്ല, ഈ പിന്നെ അമ്മായി അച്ഛൻ്റെ കൂടെ ചേർത്ത് പറയുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട്. എന്തെങ്കിലും അമ്മായി അച്ഛനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അയാളുടെ കൂടെയാണ്, ഇല്ലെങ്കിൽ അയാളാണ് എന്നുള്ള തരത്തിൽ, അതായത് വളരെ മോശമായ തരത്തിൽ. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു പിന്നെ എന്താ പറയേണ്ടത്, ഇവരെല്ലാവരും കൂടിയിട്ട് ടീമായിട്ട് ഈ സ്ത്രീയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ മകനായ ജിമ്മി എന്ന് പറയുന്നവന് ഇനി വേറെ കല്യാണമൊക്കെ കഴിച്ച് ഇനി വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു താല്പര്യം കൊണ്ട് ഇവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മായി അച്ഛനും അമ്മായി അമ്മയും അതുപോലെ ഭർത്താവും കളിച്ച ഒരു കളി തന്നെയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജിസ്മോളുടെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ അമ്മായി അമ്മ എന്ന് പറയുന്ന ഈ മനുഷ്യ മൃഗം അമ്മായി അച്ഛനെയും ചേർത്ത് തൻ്റെ മകളെയും ചേർത്ത് പറയാറുണ്ട് എന്ന്. ഇതൊരു വലിയൊരു കെണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവൾക്ക് അമ്മായി അച്ഛനുമായിട്ടാണ് ബന്ധം, അല്ലെങ്കിൽ എൻ്റെ മകനുമായിട്ട് ബന്ധമില്ല, ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മായി അച്ഛനുമായിട്ടുള്ള തോന്നിയവാസം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് ഈ സ്ത്രീയെ മനഃപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തതാണോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ചെയ്തതിന് ശേഷം ഈ മൃതദേഹം കൊണ്ടിട്ടതാണോ എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് സംശയങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാലോ, ഒരു വേലക്കാരി അവിടെ ഉണ്ടായിരുന്നു. ആ വേലക്കാരി അയൽ വീട്ടിൽ പോയിട്ട് എനിക്കൊരു പണി തരൂ എന്ന് പറയുന്ന കാര്യമെല്ലാം നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തിയാണ്. അതിൽ ഈ പിന്നെ എന്താ പറയണ്ടേ, ഈ ജിമ്മി എന്ന് പറയുന്നവൻ്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മൃഗങ്ങളാണ്. പിന്നെ വേറെ ഒന്നുണ്ട്, ഒരു മുതിർന്ന ഒരു സിസ്റ്റർ, അതായത് ഇവൻ്റെ സഹോദരി, അവളാണ് പോലും ഇതിൻ്റെ ഇത്തിൽ കണ്ണി എന്നാണ് പറയുന്നത്. നമുക്കറിയാലോ, ഈ പല വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക നാത്തൂൻ പോര് എന്ന് പറഞ്ഞാൽ, അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ സഹോദരനോട് പിന്നെ ഒരു മുടിഞ്ഞ പ്രേമമായിരിക്കുമായിരുന്നു. പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമായിരിക്കുമായിരുന്നു. എൻ്റെ സഹോദരൻ എന്ന് മാത്രമേ പറയുള്ളൂ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവന്മാർക്ക് ഒരു സഹോദര ബന്ധവും ഉണ്ടാവില്ല, തിരിഞ്ഞു നോക്കാത്തതായിരിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ കെട്ടിക്കൊണ്ടുവന്ന് പെണ്ണിനെ ഉപദ്രവിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് എൻ്റെ സഹോദരൻ അങ്ങനെയുള്ള ഇതായിരിക്കും. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. ഈ ജിസ്മോളെയും അതുപോലെ തന്നെ ഈ ജിമ്മിയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ജിമ്മിയെ ഭയങ്കരമായിട്ട് സ്നേഹമെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ ഇവരുടെ വീട് എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ദുരൂഹത ഉള്ള ഒരു വീട് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ തേച്ച് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ അമ്മായിയച്ഛൻ അടക്കം, അയാൾ വലിയ രാഷ്ട്രീയ നേതാവാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ നേതാവിൻ്റെ മകൻ ഇതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി നമ്മളെല്ലാവരും കണ്ടതാണ്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴേ അവൻ നല്ല പിൻവലിയാണ് ചെയ്തത്. അപ്പോൾ അവനൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിനെ കൊലപ്പെടുത്തിയിട്ട് ഈ ആറ്റിൽ കളഞ്ഞിട്ട് ഈ കേസ് ഇങ്ങനെ തേച്ച് മായ്ച്ച് കളയാൻ, അത് കഴിഞ്ഞതിന് ശേഷം ഇവന് നല്ലൊരു കല്യാണാലോചനയ്ക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് നേരെ വല്ല എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചോ മോനെ, ഇനി ഈ നാട്ടിൽ നീ ജീവിക്കണ്ട എന്ന് പറയാനാണ് ഈ ഒരു മരണം, അതായത് ഈ ഒരു കൊലപാതകം എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. പിന്നെ ഈ അമ്മായിയമ്മ നല്ല രീതിയിൽ ഈ അമ്മായി അച്ഛനെയും, അതായത് സ്വന്തം ഭർത്താവിനെ മരുമകളുമായിട്ട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇനി ഇയാൾ കയറി പിടിച്ചോ എന്ന് തന്നെ പറയാൻ കഴിയില്ല. ഞാൻ ആദ്യൊരു വീഡിയോയിൽ പറഞ്ഞിനി, അതായത് ഇയാൾ ഇനി കയറി പിടിക്കുമ്പോൾ ഇനി അമ്മായിയമ്മ കണ്ടിട്ട് നിനക്ക് എന്താണ് ഇത്രത്തോളം കാമമാണോ എന്ന് ചോദിച്ചോ. ഇതൊക്കെ നമ്മൾ നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മകൻ്റെ ഭാര്യയെയും മക്കളെയും വേണ്ട, അവളെ എങ്ങനെയും ഒഴിവാക്കണം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ തനി പിശാചുക്കളാണ്.
മനുഷ്യരൂപം പൂണ്ട പിശാചുക്കൾ. അതുകൊണ്ട് ഇവറ്റകളെയൊന്നും നമ്മൾ നമ്പൊന്നും വേണ്ട. മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവമില്ലാത്ത ഇതുപോലെയുള്ള ഈ ജിമ്മിയുടെ മാതാപിതാക്കളെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല ചില കാര്യങ്ങൾ. ഈ ചില ക്രൈകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ തന്നെ അന്തം വിട്ടുപോകും. ഇങ്ങനെയൊക്കെ ചെയ്യോടെ, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? പറ്റും സഹോദരങ്ങളെ. അതാണ് ഞാൻ പറയുന്നത്. നമ്പണ്ട. ഈ സ്ത്രീ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളോട് പറഞ്ഞിട്ടുണ്ടാവും, പോയി കയറി പിടിക്കും മനുഷ്യ, കയറി പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അല്ലാതെ ഇവരിങ്ങനെ പറയോ? സ്വന്തം ഭർത്താവ് എന്ന് പറയുന്ന അവനെയും കൂട്ടിയിട്ട് ആ മരുമകളെയും ചേർത്തിട്ട് അങ്ങനെ പറയോ? എനിക്ക് മനസ്സിലാകുന്നില്ല അത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടൊരു റോള് ഈ അമ്മായിയമ്മക്കുണ്ട്, അതുപോലെ തന്നെ മൂത്ത സിസ്റ്റർക്കുണ്ട്, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മായി അച്ഛനുണ്ട്, പിന്നെ ഭർത്താവിനും ഉണ്ട്. അതുപോലെ ഈ മൂത്ത സിസ്റ്ററുടെ ഏതെങ്കിലും ബന്ധു ഉണ്ടാകും, എവിടെയെങ്കിലും ഒരു നേഴ്സ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാകും. ദാ ഇവളെ ഒഴിവാക്കി കഴിഞ്ഞാൽ കെട്ടാൻ ഇവിടെ റെഡിയാണ്, ഓൾ ജർമ്മനിയിലാണ്, ഓൾ അമേരിക്കയിലാണ്, ഓൾ ഇംഗ്ലണ്ടിലാണ്, എന്ന അമ്മച്ചിക്കും അച്ചാച്ചനും അങ്ങോട്ട് പോകാം എന്നൊക്കെ പറയുന്ന ഒരുപാട് നാറികൾ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് കല്യാണം കഴിക്കാൻ നോക്കുമ്പോഴേക്കും പിന്നെ പണവും വേണ്ട, സ്ത്രീധനവും വേണ്ട, പൈസയും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഒരു 2-3 വർഷം കഴിഞ്ഞാൽ ഇവന് തോന്നും, അയ്യോ ഇത് കഴിച്ചത് നഷ്ടമായിപ്പോയി, കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു നല്ലൊരു പണക്കാരിനെ കഴിക്കായിരുന്നു. ഇത് തന്നെയാണ് ഈ ജിമ്മി എന്ന് പറയുന്നവൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ അന്വേഷിപ്പിക്കണം. അതായത് ഇതൊരു കൊലപാതകം തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആ സ്ത്രീ പോയിട്ട് ഈ 2 കുട്ടികളെയും കൊണ്ട് വീട്ടിൽ നിന്നും ഈ ശ്രമം നടത്തിയിട്ട് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചോറ് തിന്നുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ഈ പല ആൾക്കാർക്കും ഇവരെ അങ്ങനെ പിണക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വഴിക്കങ്ങനെ ഇട്ട് പോകരുത്. കൃത്യമായിട്ട് നീതി കിട്ടണം. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരു അഡ്വക്കേറ്റിന് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, വേറെ ഒരു സാധാരണക്കാരൻ എന്തായിരിക്കും അവസ്ഥ? അതായത് ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകയാണ്, അവർക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും ജീവിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോഴേ അവരൊരിക്കലും ഇതുപോലൊരു കടുങ്കൈ ചെയ്യുമെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിയാൽ ഈ അമ്മായിയച്ഛനെയും ഇതിന് കൂട്ടു നിൽക്കുന്ന ഈ അമ്മായി എന്ന് പറയുന്ന ഈ മനുഷ്യ മൃഗത്തെയും, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന മരപ്പോഴനെയും, പിന്നെ ആ ഒരു സഹോദരിയെയും, ഇവറ്റകളെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതാണ് വേണ്ടത്. ഏതായാലും അമ്മായിയച്ഛൻ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, മൂത്ത മകളോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ, മോളെ പെട്ടെന്ന് തന്നെ വരേണ്ടി വരും, ഇവിടെ ഒരു കൂട്ടമായിട്ടുള്ളൊരു സംഭവം നടക്കാൻ പോവുകയാണ് എന്ന് ഇയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഉള്ളുകളി മുഴുവൻ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവറ്റകളെ എല്ലാവരെയും തുറുങ്കിലടക്കുക തന്നെ വേണം. ആ ഒരു യുവതിക്ക് മക്കൾക്കും നീതി കിട്ടുക തന്നെ വേണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടിക്കോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് എനിക്ക് നിർബന്ധമായും തരണം. നിങ്ങളുടെ ഒരു ലൈക്കാണ് എനിക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം. നന്ദി, നമസ്കാരം.